ഹായ് ഫ്രണ്ട്സ്, അന്ന് ആങ്ങളെയും നാത്തൂനൂടി കൊണ്ടുവന്ന ചക്കയിൽ ഒരെണ്ണം ഇതുവരെ പഴുത്തില്ലായിരുന്നു. ഇപ്പോഴാണ് പഴുത്തത്. അന്ന് അവർ ചക്ക കൊണ്ടുവന്നപ്പം മുതലേ ഞാനിവിടെ വീരവാദം തുടങ്ങിയേ, നിങ്ങളുടെ വീട്ടിലെ ചക്കയെ പോലെയല്ല, ഞങ്ങളുടെ വീട്ടിലെ ചക്ക സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നുണ്ടോ ഈ ചക്ക അത് പഴുക്കുന്നതുമില്ല. ഇവിടെ ഇവർ 3 പേരോട് എന്നെ കളിയാക്കാനും തുടങ്ങി. എന്താടേ നിങ്ങളുടെ സൂപ്പർ ചക്ക പഴുക്കാത്തേന്നൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും അവസാനം എൻ്റെ മാനം കാക്കാനായിട്ട് ആ ചക്ക പഴുത്തപ്പോൾ ഉണ്ടല്ലോ, പനി പിടിച്ച് അനങ്ങാൻ വയ്യാതെ കട്ടിലെ സച്ചുക്കുട്ടൻ്റെ ഹുഡിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നേ. അപ്പോഴാണ് ഇവർ ചക്ക മുറിച്ചത്. ആ മണവും കേട്ടിട്ട് ഓടി വന്ന് താണ്ടിരുന്ന് ചക്ക ഇങ്ങനെ ഇളക്കി കഴിക്കുമായിരുന്നേ. തണുത്ത് വിറച്ച് കിടന്ന് എൻ്റെ പനി എവിടെ പോയെന്ന് അറിയത്തില്ല ചക്കയുടെ മണം അടിച്ചപ്പോൾ. അപ്പോൾ അവർ 3 പേരുടെ പറയുമായിരുന്നു, സൂപ്പർ ചക്ക പഴുത്തപ്പോൾ കൂടെ പനിയും അങ്ങ് പോയോന്ന്. അങ്ങനെ എന്തായാലും ചക്ക ഇളക്കി ഞങ്ങളെല്ലാവരുടെ കഴിച്ചു. ബാക്കിയൊക്കെ ഇളക്കി ഇങ്ങനെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ചക്ക പഴുത്തത് വീട്ടിൽ ഇരുന്നാൽ പിന്നെ ചക്കയുടെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം തന്നെ പിന്നെ ഞാനൊരു ചക്കയുടെയും അങ്ങുണ്ടാക്കിയെടുത്തേ. അന്ന് മുന്നേ നമ്മളൊരു ചക്കയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഇടാത്തത്. അന്ന് നമ്മൾ ഓട്ടയുടെ പോലെ ചക്കയുടെ എന്നൊക്കെ വെച്ചിട്ടൊരു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കണേ കാണാത്തവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.